ഇനി ഈ സർക്കാരിനെ വിവാദത്തിലാക്കുന്ന മറ്റൊരു വിഷയം നടക്കുന്നുണ്ട്. അതായത് കൃഷിവകുപ്പ് ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടരാമന്റെ സഹോദരിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് വഴിവിട്ട നീക്കം നടത്തുന്നു എന്നാണ് ആക്ഷേപം. കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ലക്ഷ്മി വെങ്കിട്ടരാമനെ ആരോഗ്യവകുപ്പിൽ നിലനിർത്താനാണ് നീക്കം നടത്തുന്നത്. നിലവിൽ NHM വഴി കരാർ അടിസ്ഥാനത്തിൽ ENT ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ലക്ഷ്മി. ഡോക്ടറുടെ കരാർ നീട്ടിക്കൊടുക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് നീക്കം ആരംഭിച്ചത്. സനിസ വിവരങ്ങളുമായി ചേർന്നു. സനിസ, ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ഈ നിയമനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 2 വിവാദം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതേ ഉള്ളൂ സർക്കാരിന്. വീണ്ടും ഒരു വിവാദത്തിലേക്കുള്ള തുടക്കമാണോ ഇത്? ഇത് ഒരു സ്ഥാനമാറ്റവുമായിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വിവാദം കൂടി. അത് ശ്രീറാം വെങ്കിട്ടരാമന്റെ സഹോദരിക്കായി വൈവിട്ട നീക്കവുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഡോക്ടർ ലക്ഷ്മി വെങ്കിട്ടരാമനെ ആരോഗ്യവകുപ്പിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നത്. ഡോക്ടറുടെ കരാർ നീട്ടിക്കൊടുക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നീക്കം നടക്കുന്നുണ്ട്. അതിൽ നിലവിൽ NHM വഴി കരാർ അടിസ്ഥാനത്തിൽ ENT ഡോക്ടറായിട്ടാണ് ഡോക്ടർ ലക്ഷ്മി ജോലി ചെയ്യുന്നത്. ഇത് 3 വർഷമായി കരാർ അടിസ്ഥാനത്തിൽ ആണ് ജോലി ചെയ്യുന്നത്. ഇതിന്റെ കാലാവധി കഴിയുന്ന ഒരു സമയത്താണ് അവർക്ക് വേണ്ടി പുതിയൊരു നിയമനത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. അതും കരാർ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പരിശീലനം നൽകണമെന്നാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നിർദ്ദേശം. അത് ശ്രുതി തരംഗം പദ്ധതിയുമായി കുട്ടികളുടെ കേൾവിശേഷിയും അതിന്റെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിൽ പരിശീലനം നൽകണമെന്നാണ് SHOയുടെ നിർദ്ദേശം. എന്നാൽ ഇതിൽ ഓൾറെഡി പരിശീലനം നേടിയ വിദഗ്ധരായിട്ടുള്ള സർജന്മാർ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് 3 വർഷം പരിശീലനം നൽകി ഇവരെ നിയമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ഓർഡർ വരുന്നത്. പരിശീലനം നൽകിയ ശേഷം 3 വർഷത്തെ ബോണ്ട് വാങ്ങി തുടരാൻ അനുവദിക്കണം എന്നാണ് ഈ ഒരു ഉത്തരവിലുള്ളത്. കൂടാതെ നിലവിൽ യോഗ്യതയുള്ളവർ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നതിൽ നേരത്തെ ആരോഗ്യ മന്ത്രിയോട് ഈ വിഷയം ആരാഞ്ഞിരുന്നു. ശരി. അപ്പം നിയമന വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഈ സർക്കാരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പുതിയ ഒരു നിയമന വിവാദത്തിനുള്ള ഒരു നീക്കം നടക്കുന്നു. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു സനിസ. അപ്പോൾ